ചേട്ടൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഒരു കുഞ്ഞ് കേക്കൊക്കെ വീട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. വൈകിട്ടായപ്പോഴത്തേക്ക് അച്ഛനും മക്കളും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പിള്ളേർ സെറ്റ് എല്ലാവരും കൂടെ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടാ ബർത്ത്ഡേ ആണ്, ട്രീറ്റ് വേണമെന്ന്. അങ്ങനെ നേരെ അവരെയും കൊണ്ട് ഞങ്ങൾ വിഴിഞ്ഞത്തോട്ടാണ് പോയത്. വിഴിഞ്ഞത്തിൽ നമ്മൾ നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്ന അൽജിത്തിലാണ്. കാരണം അവിടെ വീണ്ടും പോകാൻ കാരണം അവരുടെ ആ ഒരു ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് വളരെ നന്നായിരുന്നു കേട്ടോ. അതുപോലെ നല്ല അടിപൊളി ഫുഡുമായിരുന്നു. അങ്ങനെ നമ്മുടെ പിള്ളേരുടെ അഭ്യർത്ഥന പ്രമാണിച്ച് ഞങ്ങൾ വിഴിഞ്ഞത്തോട്ട് പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 ഐറ്റം മീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു മീനിനെ ഗ്രില്ല് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഫ്രൈ ആയിരുന്നു കേട്ടോ. വലിയ മീൻ ഒരെണ്ണം മാത്രമേ ഗ്രില്ല് ചെയ്യാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കൊഞ്ച്, മീൻമുട്ട, ചിപ്പി, കണവ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു കേട്ടോ സ്പെഷ്യലായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് അപ്പവും പൊറോട്ടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ എല്ലാ മീനൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ പിന്നെ മുകളിലോട്ട് കയറിപ്പോയത് കേട്ടോ. അപ്പോൾ മുകളിൽ ചെന്ന് നമ്മൾ സ്ഥലമൊക്കെ പിടിച്ച് അവിടെ തന്നെ അങ്ങ് ഇരിപ്പായി. കുറച്ച് നേരം ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആയിരുന്നല്ലോ. ആ ഒരു സമയത്ത് സൊറയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കല്യാണം ഉണ്ടോ, ചെയറൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഫുഡും വെയിറ്റ് ചെയ്തേ. അപ്പോൾ നന്ദുവും സനിചേട്ടനും പിന്നെ ചേട്ടൻ്റെ അമ്മയൊക്കെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ സ്പെഷ്യൽസും വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു അത്യാവശ്യം നല്ല അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലും കാര്യങ്ങളിലും ഒക്കെയാണ് അവരുടെ ഫുഡെന്ന് പറയുന്നത്. അതുപോലെ അവരുടെ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നല്ല രീതിക്കാണ് അവരുടെ സർവീസും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും അവിടെ തന്നെ പോയത്. പിന്നെ നമ്മൾ എന്തായാലും അതുവരെ പോയതല്ലേ, ഒരു റീൽസും കൂടെ എടുത്തേക്കാന്ന് പറഞ്ഞു. റീൽസ് മുഖ്യം ബിഗിലേ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ വിശേഷം.